എല്ലാവരെയും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. പ്രത്യേക ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുൻപിൽ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം കൃപ നൽകിയല്ലോ. ശക്തമായ ഒരു സങ്കീർത്തന ഭാഗം നാം ദൈവവചനത്തിൽ നിന്ന് പ്രാപിക്കുകയുണ്ടായി. കർത്താവിൻ്റെ ദാസനെ വീണ്ടും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമോ? ഇപ്രകാരം അരുളി ചെയ്യുന്നു: എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായ അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. മതി. നല്ല വചനത്തിനായി ഞാൻ ഒരു ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയരെ, ഇന്ന് പകൽക്കാല ദൈവാശ്രയത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഒരു ചെറിയ സന്ദേശം നിങ്ങളോട് വേഗത്തിൽ കൈമാറിയിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഒരു ക്ഷണനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കേവലം ക്ഷണനത്തെക്കാൾ അതൊരു കൽപ്പനയായി വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ നാം കാണാൻ കഴിയും. സങ്കീർത്തനങ്ങൾ ഉദ്ധരിക്കുന്ന സമയത്ത് കർത്തൃദാസൻ ഓർമ്മപ്പെടുത്തിയ ഒരു പദത്തിൽ നിന്ന് ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ദാവീദ് പാടുന്ന ഒരു പദമുണ്ട്: യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. ആർക്കാണ് ഒരു നന്മയ്ക്കും കുറവില്ലാത്തതെന്ന് ചോദിച്ചാൽ കർത്തൃദാസൻ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്: ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവില്ല. ഇവിടെ 3-ാമത്തെ വാക്യത്തിനകത്ത് പ്രവാചകനായ യിരെമ്യാവ് പ്രവാസത്തിൽ കിടക്കുന്ന, അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രവാസത്തിലേക്ക് പോകാൻ സാധ്യതകളുള്ള ദൈവജനത്തോട് വീണ്ടും പ്രവാചകനായ യിരെമ്യാവ് പറയുകയാണ്: നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ ദൈവത്തിലെ അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് തിരിയണം എന്ന് യിരെമ്യാവിനോട് ദൈവം അരുളി ചെയ്യുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 33-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിനകത്ത് യിരെമ്യാവിനോട് ദൈവം സംസാരിക്കുന്നത് ഇറ്റ്സ് എ ഇൻവിറ്റേഷൻ. എന്തിനു വേണ്ടിയുള്ള ക്ഷണനമാണ്? പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ക്ഷണനമാണ്. വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി തലങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥന ഒരു ലൈഫ് ലൈനായി കാണാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥന ഒരു ഇൻവിറ്റേഷനായി കാണാൻ കഴിയുന്നു, ക്ഷണനമായി കാണാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥന ഒരു കൽപ്പനയായി കാണാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, ജീവിതത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ഏറ്റവും ആത്യന്തികമായി ഒരു ക്രിസ്തു ഭക്തന് വേണ്ടത് പാട്ടിനേക്കാൾ, ആരാധനയേക്കാൾ പ്രാർത്ഥനയുടെ അനുഭവമാണ്. അമ്മേ, നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്? അത് പ്രാർത്ഥനയുള്ളവൻ്റെ ജീവിതത്തിലാണ്. എവിടെയാണ് ദൈവപ്രവർത്തി വെളിപ്പെടുന്നത്? അത് പ്രാർത്ഥിക്കുന്നവരുടെ ഇടത്തിലാണ്. ഞാൻ സ്നേഹത്തോടെ പറയാം, 2026 ഈ 7-ാം മാസത്തിൽ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മോട് തന്നെ നാം ചോദിക്കണം, നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ടോ? അമ്മ, എല്ലാവരും വരുമ്പോൾ കൈയടിക്കുന്നുണ്ടോന്നല്ല, എല്ലാവരോടും കൂടെ ചേർന്ന് ആനന്ദിക്കുന്നോന്നല്ല. ആമേൻ. അതിനു പോലും പലരും സമയം കണ്ടെത്താറില്ല. അതിനു പോലും പലതും ലേറ്റായി വരുന്ന ബസ് പോലെയാണ് വന്നു കയറുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ നോക്കി സ്നേഹത്തോടെ പറയാം, ജീവിതത്തിനകത്ത് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമില്ലെങ്കിൽ മരുഭൂമിയിൽ പട്ടുപോകാൻ സാധ്യതയുണ്ട്. യിരെമ്യാവിനോട്, ദൈവജനത്തോട് അപേക്ഷിക്കയല്ല ദൈവം പറയുന്നത്, ദൈവം കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥനയൊരു കൽപ്പനയാണ് കേട്ടോ. ഇന്ന് പകൽക്കാലം മോഷ്ടിക്കരുതെന്ന്, കള്ളസത്യം ചെയ്യരുതെന്ന്, അന്യദൈവങ്ങളെ ആരാധിക്കരുതെന്ന് ദൈവം കൽപ്പന കൊടുത്തു. ഇതെല്ലാം നമ്മൾ പറയും കൽപ്പനയാണെന്ന്. വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കൽപ്പനയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന, ആ കൽപ്പനകൾക്കകത്ത് വിധേയപ്പെട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്? അവിടെ കരം ഉയർന്നിരിക്കട്ടെ.
ഹല്ലേലൂയ. പലർക്കും മടിയാണ് കൈവക്കാൻ. കാരണം ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നതെന്ന് ബോധ്യമുണ്ട്. പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി, ദൈവത്തെ സ്തുതിച്ചിട്ട് എത്ര നാളായി, കർത്താവെ നന്ദി എന്നൊരു വാക്ക് അപരം കൊണ്ട് പറഞ്ഞിട്ട് എത്ര നാളായി. ഇന്ന് പകൽക്കാലം നന്ദി പറയാൻ നിന്റെ അപരം തുറന്നില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം കണ്ണുനീരോടെ ദൈവത്തോട് പറയണം, കർത്താവെ നിൽക്കുന്നത് അങ്ങയുടെ കൃപയാലാണ്. ഈ മരുഭൂമിയിൽ പട്ടുപോകാൻ നിലനിൽക്കുന്നത് അങ്ങയുടെ സ്നേഹത്താലാണ്, അങ്ങയുടെ കരുതലാണ്. 2026 കരുതൽ അനുഭവിച്ചവരുണ്ടെങ്കിൽ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവിടെ കരമടിച്ചു നന്നായി എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഇന്ന് പകൽക്കാല പ്രസംഗം കൊഴിപ്പിക്കാനല്ല കുഞ്ഞ് നീ ആരാധിക്കേണ്ടത്. അടുത്തിരിക്കുന്നവർ എന്ത് കരുതുമെന്ന് ചിന്തിച്ചിട്ടല്ല നീ ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഇന്ന് പകൽക്കാല ദൈവവുമായുള്ള ബന്ധത്തിനകത്ത് കർത്താവ് ഇന്നലെ മടത്തിയെന്ന് ബോധ്യമുള്ളവർ, മരണനിഴലിന്റെ താഴ്വരയ്ക്കകത്ത് എൻ്റെ ദൈവം ജയത്തോടെ മടത്തിയെന്ന് ഉറപ്പുള്ളവർ കരമടിച്ചു തന്നെ പ്രാർത്ഥനയുടെ അന്തരീക്ഷം വെളിപ്പെടട്ടെ, പ്രാർത്ഥനയുടെ അന്തരീക്ഷം വെളിപ്പെടട്ടെ. ദൈവ സാന്നിധ്യത്തെ തടയുന്ന, ദൈവ തലമുറകളെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന കാർമേഘം വന്നു മൂടുന്നത് പോലെ ദൈവജനത്തിനകത്ത് ദൈവ സാന്നിധ്യത്തെ തടഞ്ഞു നിർത്തുന്ന ചില പാപത്തിന്റെ താഴ്വാഴ്ചകളെ ഈ പകൽക്കാലം അഭിഷേകം ഇന്ന് പകൽക്കാലം തകർക്കട്ടെ. ഇന്ന് പകൽ ആരാധനയുടെ മടുവിൽ പാപത്തിന്റെ ചില മുഖങ്ങളെ, ആമേൻ, അടിമനുഖത്തിന്റെ ചില മുഖങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവം തകർക്കുകയാണ്. ഈ ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ, ഈ ഹോളിലകത്തായിരിക്കുന്നവർ ഒരുപോലെ ദൈവത്തെ സ്തുതിച്ചോണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശക്തി അത്രമാത്രം ഇതിനകത്ത്. വലിയൊരു ദൈവ സാന്നിധ്യം ഈ പകൽക്കാലം വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നൊരു തലമുറ, ഇന്ന് പകൽക്കാലം ദൈവം തട്ടി ഉണർത്തുന്ന ഒരു അനുഭവത്തിലേക്ക് എന്നോട് ദൈവാത്മാവ് അങ്ങനെ പറയുന്നു, ഇമ്മലകളിൽ നീ പ്രാർത്ഥിച്ചത് അർദ്ധരാത്രിയിൽ ദൈവം നിന്നെ തട്ടി ഉണർത്തിയിരുത്തിയതുപോലെ ഇന്നാളുകളിൽ ഞാൻ നിന്നെ തട്ടി ഉണർത്താൻ പോകുകയാണ്. സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക, തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ തിരിച്ചു പിടിക്കുകയാണ്. ഏതൊക്കെ മരണത്തിന്റെ കുഴി, ആമേൻ, ഒരുക്കിയിട്ട് കാത്തിരിക്കുന്ന പൈശാചിക പദ്ധതികളെ ആത്മാവിൽ തച്ചുടച്ച് അഭിഷേകത്തിൽ അവനെ തച്ചുടച്ച് ജയാളിയെ പോലെ, യെസ്, രാമനാഥരകൾ ഖമന ബലഘടക ബരാറുകൾ ഖമന ബലഘടക അർത്ഥമാന ധീരധാല ഘടക ധാര 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 വൈഡമാന ഘടക തേരകൾ ഖമന ബലഘടക ബരാറുകൾ ഖമന ബലഘടക ശവാരകൾ ഖമന ബലഘടകം ധീരകൾ ഖമന ബലഘടക റിമാനകൾ ഖമന ബലഘടകം ധീരകൾ ഖമന ബലഘടക. അമ്മ, പ്രാർത്ഥിക്കുന്നവൻ അത്ഭുതങ്ങളെ കാണും, പ്രാർത്ഥിക്കുന്നവൻ വീര്യപ്രവർത്തികളെ കാണും, പ്രാർത്ഥിക്കുന്നവൻ അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തും. ഇന്ന് പകൽ ശൂന്യമായി കിടക്കുന്ന ജീവിതത്തിനകത്ത് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്ന് മുഴങ്കാലിരുന്ന് കരഞ്ഞു നോക്ക്. ഇന്നലെ മരണം മാത്രമേ മുൻപിലുള്ളൂ എന്ന് നീ ചിന്തിക്കുന്ന ചില വിഷയങ്ങൾക്ക് നിന്റെ പ്രാർത്ഥന മറുപടിയെ കൊണ്ടുവരും. എന്നോട് ദൈവാത്മാവ് അങ്ങനെ പറയുകയാണ്, നീ വിളിച്ചപേക്ഷിക്കും, ഞാൻ ഉത്തരമരുളാൻ റെഡിയാണ്. 2026 മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകളെ, നിങ്ങൾ വിളിച്ചപേക്ഷിക്ക്. നിങ്ങളൊന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില ഉത്തരവുമായി സ്വർഗം ഈ പകൽക്കാല നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ എൻ്റെ ദൈവം ശക്തനാണ്. നിന്റെ ബുദ്ധിക്ക് അതീതമാ, നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ, നീ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ വലിയൊരു ദൈവത്തിന്റെ കരുതലിനെ വെളിപ്പെടുത്താം, ദൈവത്തിന്റെ ഉത്തരത്തെ വെളിപ്പെടുത്താം. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിന്റെ കര ഇതിനകത്ത് ശക്തിയോടെ ചലിക്കുകയാണ്. ഏതൊക്കെ വ്യക്തികളുടെ ശിരസിന്നമേ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. ഇന്ന് പകൽ എത്ര മരാമേ വലിയ മാരക രോഗത്തിനടിമയാണെങ്കിലും, എത്ര വലിയ തീരാ നഷ്ടമേ ദുഃഖത്തിനടിമയാണെങ്കിലും, ഇന്ന് പകൽ എൻ്റെ കർത്താവ് പറയുന്നു, നീ പ്രാർത്ഥിക്ക്, ഞാൻ നിനക്ക് ഉത്തരവുമായി ഇറങ്ങി വരാ. നീ പ്രാർത്ഥിക്ക്, ഞാൻ നിനക്ക് ഉത്തരവുമായി ഇറങ്ങി വരാ. നീ പ്രാർത്ഥിക്ക്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വഴികൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വാതിലുകൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രൊവിഷനുകൾ ഞാൻ നിനക്ക് വേണ്ടി തുറന്നു വരാ, നിനക്ക് വേണ്ടി തുറന്നു വരാ, നിനക്ക് വേണ്ടി തുറന്നു വരാ. ഇന്ന് പകൽ അനുഭവത്തിൽ നിന്ന് ഇതിനകത്തുനിന്ന് പ്രസംഗിക്കുക. ഇതുവരെ
കണ്ടിട്ടില്ലാത്ത വഴികളെ തുറന്നു തരാൻ കഴിയുമ ദൈവ, നിനക്കറിയാത്ത വ്യക്തികളെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ കഴിയുമ ദൈവ, നിനക്ക് വേണ്ടി ഒരുക്കാൻ കഴിയുമ ദൈവ, നിനക്ക് വേണ്ടി ചലിപ്പിക്കാൻ കഴിയുമ ദൈവ. യെസ് വൈഡാമാന yes 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 rimanatha vaidabaraga antheribe rimanatha arthamaranthe vibaravache vaidamana rimanathe അപ്പിൻഭാഗം മുതൽ മുൻഭാഗം വരെ ദൈവശക്തി ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഇന്ന് പകൽ ദൈവശക്തിയുടെ ആമേൻ അളവറ്റ പകലിപ്പം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. യെസ് 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 ഈ നിമിഷം പ്രാർത്ഥിച്ചോ, ഈ നിമിഷം പ്രാർത്ഥിച്ചോ, ഈ ശബ്ദം ശ്രമിക്കുന്നവർ ഈ നിമിഷം പ്രാർത്ഥിച്ചോ. ദൈവം ദാ ഉത്തരവുമായി ഇറങ്ങി വരികയാ, ദൈവം ദാ ഉത്തരവുമായി ഇറങ്ങി വരികയാ. ശബറബ അൽഖമാര അൽതെരിബി വൈഡബരഗബേ അൽതബരംഥ അൽതബരംഥേ അൽതാരാദ റിഖമാന ശബരാധേ അൽതബരംഥ റിമനഗച്ചേ അൽതബരംഥോ ശബരേഖേ അൽതാരാധ. കരം കൊണ്ടുവന്നിട്ടുള്ളവരെല്ലാം കരം അടിച്ചു തന്നെ. യെസ് 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 നീ നിൽക്കുന്നത് വഴിവഴുപ്പില, നീ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു തുടങ്ങി, നീ നിൽക്കുമ്പോൾ വഴിവഴുപ്പില. ഇന്ന് പകൽ പ്രാർത്ഥനയുടെ പ്രയർ ലൈഫിലോ പ്രാർത്ഥന ഒരു ലൈഫ് ലൈൻ ആണെങ്കിൽ ഇന്ന് പകൽ അതിലേക്ക് കയറുക. ദൈവം നിന്നെ ഇൻവൈറ്റ് ചെയ്യുക, ദൈവം നിന്നെ ഇൻവൈറ്റ് ചെയ്യുക, ദൈവം നിന്നെ ക്ഷണിക്കുക. കുഞ്ഞെ പ്രാർത്ഥിക്ക. Yes. Yes. Shabaramanataraba. പ്രാർത്ഥന അത്ഭുതങ്ങളെ കൊണ്ടുവരും. അമ്മേ, കഴിഞ്ഞ ഞായറാഴ്ച ഒരു പൊട്ടനെ പോലെ ഈ വേദിക്കകത്ത് ഈ പോഡിയത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, 7 ദിവസത്തിനകം ദൈവം അത്ഭുതം ചെയ്യാൻ പോകുക. നിങ്ങൾ എത്ര പേർ കേട്ടു എന്നറിയത്തില്ല. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, എത്ര പേർ പ്രാപിച്ചു? ഹലോ, കേട്ടതല്ല വിഷയം, കേട്ടതല്ല വിഷയം. ചിലരൊക്കെ വന്നിരുന്നങ്ങ് ഉറങ്ങി തട്ടി എഴുന്നേറ്റ് പോവുക. ചിലർക്കൊക്കെ കൈയടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എങ്കിലും അടിച്ച ആരെങ്കിലും അമ്മ അടുത്തിരിക്കുന്നത് എന്ത് വിചാരിക്കുമെന്നാ. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം ആ ദൂത് ഞാൻ പറയുമ്പോഴും അമ്മ വേദിയിൽ നിന്ന് പറയുമ്പോൾ ദൈവാത്മാവിനെ സ്പോഴ്സ് ചെയ്തത് കൊണ്ടാ 2 പ്രാവശ്യം ഞാൻ ദൂത് വിഴുങ്ങി. 3ാമത്തെ പ്രാവശ്യം പറഞ്ഞു, നീ ആ ദൂത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വേറൊരു വ്യക്തിയെ കൊണ്ട് പറയിപ്പിക്കുക. പക്ഷെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, പൊട്ടനെ പോലെ ഞാൻ ദൂത് പറഞ്ഞപ്പോ കഴിഞ്ഞ ആഴ്ച ഒരു വ്യക്തി എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഞാൻ തേടിപ്പോയില്ല, എന്റെ വീട്ടിന്റെ മുറ്റത്ത് ദൈവം അത്ഭുതവുമായി ഇറങ്ങി വന്നു. ദൈവം അർഹതയില്ലാത്ത, ഞാൻ ചോദിക്കാത്ത, നിനക്കാത്ത വ്യക്തിയെ എന്റെ ദൈവം എന്റെ വീട്ടിന്റെ മുൻപിൽ കൊണ്ടുവന്നു. എനിക്ക് വേണ്ടി എന്റെ കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചാണ് ദൂത് പറയുന്നത്. പൂർണ്ണ ധൈര്യത്തോടെ ഞാൻ പറയാം, എന്റെ കർത്താവ് പറഞ്ഞാൽ അതുപോലെ ചെയ്യും.
എൻ്റെ കർത്താവ് പറഞ്ഞാൽ അതുപോലെ ചെയ്യും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. ഞാൻ ഈ വ്യക്തി പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അറിയാണ്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചു പോയി. ഒരു സാധ്യതയില്ല, സാഹചര്യം അനുകൂലമല്ല, എല്ലാം പ്രതികൂലമാണ്. ഞാൻ ആത്മാവിൽ പറയാൻ കേട്ടോ, ദൈവത്തെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ വെളിപ്പെടും. ഇന്ന് പകൽ ഇരമ്യാവ് പറയുക, നീ അപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരം അരുളാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നീ അപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമല്ല. ഒറ്റ അർത്ഥേ ഉള്ളൂ, നീ പ്രാർത്ഥിക്ക, ദൈവം ഉത്തരവുമായി ഇറങ്ങും. നീ പ്രാർത്ഥിക്ക, ദൈവം ഉത്തരവുമായി ഇറങ്ങും. വൈദ്യനെ ആശ്രയിക്കണ്ട, വൈദ്യന്റെ മുമ്പിൽ മുട്ടുകുത്തണ്ട. ഇന്ന് പകൽക്കാല സ്നേഹത്തോടെ ഞാൻ പറയാ, ഒരു ഓഫീസിൽ സർട്ടിഫിക്കറ്റുമായി നീ കാത്തു നിൽക്കണ്ട. ആരെങ്കിലും റെക്കമെൻഡ് ചെയ്ത് കരുതി നീ ഒരിടത്തും പോണ്ടമേ. ആരും നിന്റെ തലമുറയെ വളർത്തുമെന്ന് കരുതി നീ നോക്കി നിൽക്കണ്ടമേ. നിനക്ക് ഇന്ന് പകൽക്കാല 2 കാലുകൾ ദൈവം തന്നിട്ടില്ലേ? 2 കണ്ണുകൾ ദൈവം തന്നിട്ടില്ലേ? മുഴങ്ങാലിരുന്ന് കരയ, സ്വർഗ്ഗം ഉത്തരവുമായി ഇറങ്ങി വരിക. എന്നോട് ദൈവാത്മാവ് അങ്ങനെ തന്നെ ദൂത് കൈമാറുന്നു. ആളുകളായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ചില ഫയലുകളെ സ്വർഗം ഇന്ന് പകൽ ചലിപ്പിക്കുക. ആളുകളായി ചലിക്കാതെ കിടക്കുന്ന ചില പേപ്പറുകളെ എന്റെ ദൈവം ചലിപ്പിക്കുക. വിശ്വസിക്കാമെങ്കിൽ ദൈവത്തെ നന്നായി സ്തുതിച്ചാട്ടെ. റബലധരകൾ ഖമന ബലഗടക ശബരബലഗടക അൽത്തമാരകൾ ഖമനദലഗടക. ദൈവം പറയുക, നീ അപേക്ഷിക്ക, നീ പ്രാർത്ഥിക്ക. ഇന്ന് പകൽ ഹൃദയത്തോട് കൈവച്ചിട്ട് പറ, മാറോട് കൈ ചേർത്ത് വെച്ചിട്ട് പറ, നീ പ്രാർത്ഥിക്ക. ആ പദം ഒന്ന് പറ, നീ പ്രാർത്ഥിക്ക. ദൈവം ഉത്തരവുമായി ഇറങ്ങും. ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാ. ഇന്നേക്ക് 30 ദിവസത്തിനകം ചില കൂടാരങ്ങൾക്കകത്ത് ചില ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്നോട് ദൈവാത്മാവ് പറയുന്നു. ചില തലമുറകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കുരുക്കുകള് എന്റെ ദൈവം പൊളിക്കും. എഴുതിയിട്ടോ, ഈ 30 ദിവസത്തിനകം ചിലവിന്റെ അപിരികളെ ഞാൻ പൊളിക്കും. രാമനാഥരകൾ ഖമനബലകൾ ശബരബലഗടകധരാറുകൾ ഖമനബലഗടക അർത്ഥമാന ധാര 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 ധാര. ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൃപ ചലിക്കുകയാണല്ലോ. ദൈവത്തിന്റെ മഹത്വം ചലിക്കുകയാണല്ലോ. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മഹത്വത്തിലേക്ക്, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്രസൻസിലേക്ക് അർക്കമാന വൈഡമാന അർത്ഥപരം ധ വൈഡവരകവേ അൽധാരാവ ശാരാധാര വിഖമാന അൽധപരം ധേ ശാരാധീരി അൽധപരം ധൂ. വലിയൊരു ദൈവ സാന്നിധ്യം എന്നോട് ദൈവം അങ്ങനെ പറയുകയാണ് കേട്ടോ. ചില ദേശങ്ങളുടെ നന്മകളെ നീ അവകാശമാക്കും. യെസ്, എന്നോട് ദൈവാത്മാവ് അങ്ങനെ പറയുന്നു. മാതാവേ, നീ കരയും. നിന്റെ തലമുറകൾ പുരാതന ശൂന്യങ്ങളെ. അസാധാരണമായൊരു ദൈവ സാന്നിധ്യം ഈ ഹോളിനകത്ത് ചലിക്കുന്നുണ്ട്. അതേ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ലോകരാജ്യങ്ങൾ ഞങ്ങളെ ശ്രവിക്കുന്നവിടമേ, ഇനി ശ്രവിക്കാൻ പോകുന്നവിടമേ, ഇന്ന് പകൽ ആ വചനം തന്നെ അറിയില്ല. ദൈവം അവനെ കാണിക്കുന്നു. പിതാക്കന്മാർക്ക് കഴിയാത്തത്, ഓ റിവാല ഘടക, നിന്റെ മാതാവിന് കഴിയാത്തത് വാഗ്ദത്തമുള്ള തലമുറകളെ കൊണ്ട്. യെസ്, രാമനാഥ ലേഖനീ ശബരബരകൾ ഖബരബല ഘടക. ഇന്ന് പകൽ ദൈവാത്മാവ് വ്യക്തമായി കാണിക്കുന്ന ഒരു വെളിപ്പാട്. ഒരു ബിൽഡിംഗ് ഉയർന്നു വരിക. മനോഹരമായ ബിൽഡിങ്ങുകൾ നിന്റെ തലമുറ പണിതുയർത്തുന്ന
Yes. Yes, 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 yes. Yes, yes. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ച് നിലകൾ നിന്റെ തലമുറ പണിതുയർത്തും. Yes. Rabalathalakhamana. Rabala. Sharadhara. ചിലതിന്റെ മാവിനകത്ത് ഈ പകൽ അഭികാരത്തെ ദൈവം കൈമാറുന്നു. Anointing is. Oh. Kriba, kriba, kriba. Kriba, kriba. Kriba, kriba. Yes. Kriba, kriba. Rabachaganteri kamanadhara gidagathera. Chabala gadagathara. Shabaragal kabar. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ആത്മാർത്ഥമായി. എൻ്റെ കർത്താവിന് മടിയന്മാരെ വേണ്ട, എൻ്റെ ദൈവത്തിന് ഉഴപ്പന്മാരെ വേണ്ട. എൻ്റെ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി നീ പ്രാർത്ഥിച്ചാൽ എന്നോട് ദൈവാത്മാവ് 3 കാര്യങ്ങൾ പറയുന്നു. ചലിക്കാത്ത ചില ഫയലുകൾ ദൈവം ചലിപ്പിക്കും. 2, നാളുകളായി തലമുറകളുടെ മേൽ നുകം വച്ച ചില നുകങ്ങളെ പൊളിച്ച് തലമുറകളുടെ മേൽ വലിയ ദൈവത്തിന്റെ പ്രവൃത്തി ചലിക്കും. 3, എന്റെ ദൈവം ഇങ്ങനെ പറയുന്നു, ചില പട്ടണങ്ങളെ പണിയത്തക്ക നിലവാരത്തിൽ കരയുന്ന ചിലവിന്റെ തലമുറകളെ, ചില പുരാതന ശൂന്യങ്ങളെ പണിയത്തക്ക നിലവാരത്തിൽ അഭികാരത്തോടെ അഭിഷേകത്തോടെ എന്റെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവരാജ്യത്തിന് വേണ്ടി വിവിധ പട്ടണങ്ങൾക്കകത്ത് മനോഹരമായ ബിൽഡിങ്ങുകൾ പണിതുയർത്തക്ക നിലവാരത്തിൽ നിന്റെ തലമുറയുടെ കരത്തിൽ എന്റെ ദൈവം നന്മ കൊണ്ട് മറയ്ക്കുമെന്ന് ഇന്ന് പകൽ ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുക. ചെവിയുള്ളവൻ കേൾക്കട്ടെ, വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞ് ആ ദൂത് സ്വീകരിക്കട്ടെ. അർത്ഥവരം തുരവക്ഷവരം ധരഘടകച്ചാരവരം തുരവൈടവരം ധ രഥേരികമാന ശവാരകൾ ഖബരബലഗട ശവാരകൾ ഖമനദലഗടകധരാറുകൾ ഖബ ശവാരകൾ ഖമ. ദൈവം നിന്നെ വിളിക്കുകയാണ്. എന്തിനു വേണ്ടി? പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുക. നീ വിളിച്ചപേക്ഷിക്ക, ഞാൻ ഉത്തരമല്ല റെഡിയാ. ഇന്ന് പകൽ നമ്മൾ ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ കയ്യിൽ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുക. ദൈവദാസൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുക. എന്റെ ചോദ്യം, നീ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്? നീ ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്? നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? നിന്റെ വിചാരം ആരെങ്കിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിനക്ക് ദൈവം ഉത്തരം തരുമെന്ന്? നിന്റെ വിചാരം കൂലിക്ക് പ്രാർത്ഥിക്കാമെന്ന്? നിന്റെ വിചാരം ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി, അന്ന് എനിക്ക് ലഭിച്ചല്ലോ അതുപോലെ എനിക്ക് ദൈവം തരുമെന്ന്? ഇന്ന് പകൽ ആരെങ്കിലും പ്രാർത്ഥിച്ചാ പോരാ. നീ പ്രാർത്ഥിക്കണ, നീ കരയണ, നീ മുഴങ്ങാലിരിക്കണ, നീ ദൈവസന്നിധിയിൽ താഴണ, നീ മടങ്ങി വരണ, നീ ദൈവസന്നിധിയിൽ വ്യവസ്ഥയിൽ നിൽക്കണം. നമുക്ക് പ്രാർത്ഥിക്കാൻ വയ്യ. നമുക്ക് പല എക്സ്ക്യൂസാ. ഞാൻ ഇന്ന് പകൽക്കാലം ഞാൻ സ്നേഹത്തോടെ പറയാം, പ്രാർത്ഥിച്ചാൽ ഉത്തരവുമായി ഇറങ്ങുന്നൊരു കർത്താവുണ്ട്. സാത്താൻ ഇത് നന്നായിട്ട് അറിയാന്നേ. നിനക്കറിയില്ലെങ്കിൽ സാത്താന് അത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? നിന്റെ പ്രാർത്ഥനയെ ബ്ലോക്ക് ചെയ്യും, നിന്റെ നന്മകളെ ബ്ലോക്ക് ചെയ്യുക, നിന്റെ അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യുക. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പല ചിന്തകൾ കൊണ്ടിടുക, പല തീരുമാനങ്ങൾ കൊണ്ടിടുക, പല രീതിയിൽ നിന്നെ ബ്ലോക്ക് ചെയ്യും. ഞാൻ ആത്മനിറവി സ്നേഹത്തോടെ പറയാം, നിങ്ങൾ പിണങ്ങരുത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി ആര് നിന്നാലും
അവരിൽ വ്യാപരിക്കുന്നത് ദൈവികമല്ല. ഹല്ലേലൂയ. ഭർത്താവിനെ തടയുന്ന ഭാര്യമാരുണ്ട്, ഭാര്യയുടെ പ്രാർത്ഥനയെ തടയുന്ന ഭർത്താക്കന്മാരുണ്ട്, അപ്പനമ്മമാരുടെ പ്രാർത്ഥനയെ തടയുന്ന മക്കളുണ്ട്, മക്കളുടെ പ്രാർത്ഥനയെ തടയുന്ന അപ്പനമ്മമാരുണ്ട്. ഇന്ന് പകൽക്കാല സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് അകറ്റുന്നത് അത് ദൈവികമല്ല. അതിനകത്ത് വ്യാപരിക്കുന്നത് പൈശാചികമാണ്. നീ ജയിക്കേണ്ടത് ആദ്യം അതിനെയാണ്, നീ പൊട്ടിക്കേണ്ടത് ആദ്യം അതിനെയാണ്. അത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്തൊരു നീരസം. ഞാൻ എപ്പോഴും പറയാം, ഉറങ്ങുന്നവൻ്റെ അടുത്ത് എന്നിരുന്നാൽ നീ ഉറങ്ങും. ഹലോ, നോണ പറയുന്നവൻ്റെ അടുത്ത് എന്നിരുന്നാൽ നീ നോണ പറയോ. കള്ളൻ്റെ അടുത്ത് പോയിരുന്ന നീ കള്ളൻ, നീ ഓട്ടോമാറ്റിക്കായി കള്ളനാകും. പ്രാർത്ഥിക്കുന്നവൻ്റെ അടുത്തിരുന്നാൽ നീ പ്രാർത്ഥിക്കുന്നവനായി മാറും. ആരാധിക്കുന്നവൻ്റെ അടുത്തിരുന്നാൽ ആരാധിക്കുന്നവനായി മാറും. ചിലരെ കണ്ടിട്ടില്ലേ, തീ പോലെ നിന്നതാ, ഇന്ന് വെറും കരിക്കട്ട പോലെയായി. ഇന്നലെ കണ്ടിട്ടില്ലേ, വെളിപ്പാടിന്റെ ഉന്നതിയിൽ നിന്നതാ. പൗലൂസ് പറയുന്നത് പോലെ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരുവനെ എനിക്കറിയാം. അതുപോലെ വെളിപ്പാടിന്റെ ആഴങ്ങൾ കണ്ടവരാണ്. പക്ഷെ ഇന്ന് വെളിപ്പാട് പോയിട്ട് ഒന്നും കാണുന്നില്ല. ഹല്ലേലൂയ. അടുത്ത് നടക്കുന്നത് പോലും കാണുന്നില്ല. നിന്റെ വീട്ടിനകത്ത് നടക്കുന്ന പരാജയം പോലും നീ അറിയുന്നില്ല. നിന്റെ തലമുറകൾ വഴിവിടച്ചു പോകുന്നത് നീ കാണുന്നില്ല. നിന്റെ കുടുംബം തകർന്നു തുടങ്ങുന്നത് നീ കാണുന്നില്ല. നീ ഇതെല്ലാം കാണാതെ ഏലി ഇരിക്കുമ്പോ പോലെ നീ ഇരിക്കുക. വചനം പറയുന്നു, ഏലിയുടെ പ്രത്യേകത അവന്റെ തലമുറകൾ പാപം ചെയ്യുന്നു എന്ന് കണ്ടിട്ടും അവന്റെ തലമുറകൾ മുപ്പല്ലി കൊണ്ട് യാഗപീഠത്തിലെ യാഗവസ്തു വലിച്ചെടുക്കുന്നു എന്ന് ഏലി കണ്ടിട്ടും എന്ത് ചെയ്തില്ല? ശാസിച്ച് അമർത്തിയില്ല. ശാസിച്ച് അമർത്തിയില്ല. ഇന്ന് പകൽ സ്നേഹത്തോടെ നിന്ന് പറയട്ടെ, ഈ പുസ്തകം എടുത്തത് ദൈവത്തിൻ്റെ കൃപയാൽ. എൻ്റെ അപ്പനെടുത്ത പുസ്തകം എടുക്കാൻ ദൈവം കൃപ നൽകിയത് ദൈവത്തിൻ്റെ കൃപയാൽ. ഇന്ന് പകൽ സങ്കടത്തോടെ ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം ബ്ലസ്സൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു ദൈവദാസന്റെ മകൻ പുസ്തകമെടുത്ത് ദൈവത്തെ ഉയർത്തുന്നല്ലോ. അപ്പനെടുത്ത പുസ്തകം എടുക്കാൻ നാം കൃപ നൽകിയത് ദൈവത്തിൻ്റെ കൃപയാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം പറയട്ടെ, വിളിയുള്ളവർ, വെളിപ്പാടുള്ളവർ, ഞങ്ങളെക്കാൾ ശക്തന്മാരായി ദൈവം ഉപയോഗിക്കേണ്ടവർ, പ്രവചിച്ചവർ, ദർശനം കണ്ടവർ, വ്യാഖ്യാനിച്ചവർ, നല്ല ദൈവദാസന്മാരുടെ മക്കൾ, നല്ല വിശ്വാസവീരന്മാരുടെ മക്കൾ ഇന്ന് പോർക്കളത്തിലില്ല. എമ്പുകൊണ്ട് പലതിനെ ശാസിച്ചൊതുക്കിയില്ല. ഹല്ലേലൂയ. സന്ദർഭത്തിൽ വന്നതുകൊണ്ട് ഞാൻ പറയാം, നിന്റെ മക്കളെ കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ വഴിയെക്കുറിച്ച്, നിന്റെ പോക്കിനെക്കുറിച്ച്, നിന്റെ ഇന്നത്തെ ജീവിതത്തെക്കുറിച്ച് ആരെങ്കിലും പരസ്യമായല്ല, രഹസ്യമായോ പരസ്യമായോ പോട്ടെ, നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ ഗർവിക്കുകയല്ല വേണ്ടത്. നീ ചിന്തിക്കണം, ഈസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? അത് ശരിയാണോ തെറ്റാണോ? ഇന്ന് കാണുന്ന പ്രവണത, ടീച്ചർമാർ മക്കളെ പറഞ്ഞപ്പോലും സ്കൂളിൻ്റെ വരാന്തയിൽ ചെന്നിരിക്കുന്ന, അവർ വരുന്നതിന് മുമ്പേ ചെന്നിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. എന്തുകൊണ്ട്? പലതും വീണു തുടങ്ങി. സ്നേഹത്തോടെ ഞാൻ പറയാ, ഇന്ന് പകൽ നിന്റെ തലമുറ നീ പണിതതിനേക്കാ എൻ്റെ ദൈവം അവരെ പണിയാൻ ആഗ്രഹിക്കുകയാണ്. നീ കരുതി വച്ചതിനേക്കാ ശ്രേഷ്ഠമായ ദൈവം കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ ചങ്ങലയ്ക്കകത്ത് ബന്ധിക്കപ്പെട്ടവരായി നിന്റെ തലമുറ മാറരുത്. ഇന്ന് പകൽ കരഞ്ഞോണം, കർത്താവേ ഞാൻ അറിഞ്ഞ സത്യമെടുക്കാ, എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ തലമുറയെ നീ പുറത്തെടുക്കണമേ. ഇന്ന് പകൽ അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ലൈവിലൂടെ എന്നെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച്, ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ ഞാൻ എടുത്ത സത്യമെടുക്കാ, എൻ്റെ തലമുറകളെ നീ ഒരുക്കണമേ. ഞാൻ എടുത്ത സത്യമെടുക്കാ, എൻ്റെ തലമുറകളെ ഒരുക്കണമേ.
അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറയാം, പ്രാർത്ഥനയ്ക്ക് തടസ്സമായി ആരും നിൽക്കരുത്. ഇന്ന് നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നാളെ നീ ചങ്ക് തകർന്ന് കരയേണ്ടി വരും. ഇന്ന് നീ ദൈവസന്നിധി കരഞ്ഞില്ലെങ്കിൽ ഇന്ന് മണിക്കൂറുകൾ ചങ്കത്തടിച്ച് കരയണ്ട. ദൈവ സാന്നിധ്യത്തിനകത്ത് വന്നിരുന്നൊന്ന് കരഞ്ഞാൽ മതി, വന്നിരുന്നെന്ന് കരഞ്ഞാൽ മതി. യേശു നല്ലവനെന്നൊരു പാട്ട് പാടുമ്പോൾ അറിയാതെ കണ്ണ് നിറയും. കാരണം അവൻ നടത്തിയത് അങ്ങനെയാ, അവൻ പുലർത്തിയത് അങ്ങനെയാ. അങ്ങനെ ഒന്ന് കരഞ്ഞാ മതിയെന്ന്. ആര് കണ്ടാലും വിഷയമില്ല, നീ ദൈവത്തിന്റെ സന്നിധിയിലല്ലേ കരയുന്നേ. വചനം പറയുന്നു, ഹന്ന മനോവസനത്തോടെ ദൈവസന്നിധിയിൽ അവളുടെ ഹൃദയത്തെ പകർന്നു കരഞ്ഞു. ഞാൻ ചലഞ്ച് ചെയ്യുക, ദൈവസന്നിധിയിൽ കരയുക, ദൈവസന്നിധിയിൽ കരയുക. എങ്കിൽ നീ നാളെ കരയേണ്ടി വരില്ല, നീ നാളെ വിലപിക്കേണ്ടി വരത്തില്ല, നിന്റെ തലമുറയോർത്ത് ദുഃഖിക്കേണ്ടി വരത്തില്ല. നിന്റെ കുടുംബത്തിന്റെ പരാജയം നീ എണ്ണി എണ്ണി ദേശക്കാർ പറയുന്നത് നീ കേൾക്കേണ്ടി വരത്തില്ല. ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയാ, സങ്കീർത്തന ഭാഗത്തിനകത്തൊരു പദമുണ്ട്, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കുക, എങ്കിലും യഹോവേ അന്വേഷിക്കുന്നവർക്ക്, യഹോവയുടെ സന്നിധിയിൽ കരയുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ദേശക്കാർ ചിന്തിക്കൂ, അവൻ എന്ത് ചെയ്യും, അവൾ എന്ത് ചെയ്യും, അവരുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, അവരിങ്ങനെയല്ലയോ. ദൈവസന്നിധി ഞാൻ സ്നേഹത്തോടെ പറയാ, ദൈവത്തെ അന്വേഷിച്ചാണ് നീ നിൽക്കുന്നത്, ഒരു നന്മയ്ക്കും നിനക്ക് മുടക്കം വരത്തില്ല. ധൈര്യത്തോടെ പറ, ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. അപ്പൊ അതൊന്ന് പറഞ്ഞേ, ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. അമ്മേ, ദൈവം വിളിക്കുക. എന്തിനു വേണ്ടി? പ്രാർത്ഥിക്കാൻ. എന്തിനാ വിളിക്കുന്നേ? ഉത്തരം റെഡിയാണെന്നേ, ഉത്തരം റെഡിയാണെന്നേ. ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ തന്നെ ദാനിയേലിനോട് പറയുക, ഞാൻ ഉത്തരത്തെ അയച്ചിട്ടുണ്ട് കേട്ടോ, ഇന്ന് പകൽ ഒന്നിരുന്ന് നോക്ക്, ഒന്നിരുന്ന് നോക്ക്. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് തുറന്നു തരാൻ ശക്തനായ ദൈവമാണ്. വചനം പറയുന്നു, പ്രാർത്ഥന എൻ്റെ കർത്താവ് ക്ഷണിക്കുകയാണ്. ക്ഷണിക്കുന്നതിനകത്ത് വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞിട്ട് എൻ്റെ ആശയത്തിലേക്ക് കടന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമേ, ദൈവം പറയുക, അറിയാത്തതും മഹത്തരമായതും അഹോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. പ്രാർത്ഥനയുടെ പ്രത്യേകത, മഹത്തരമായത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. പ്രിയരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊരു വിശ്വാസിയുടെ ജീവിതത്തിനകത്തൊരു ബേസ്മെന്റ് ആണ്. പ്രയർ ഇറ്റ്സ് എ സെൻട്രൽ പാർട്ട് ഓഫ് സ്പിരിച്വൽ ലൈഫ്. വിശ്വാസിയുടെ ജീവിതത്തിനകത്ത് ബേസ്മെന്റ് ആണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ വേറൊരു ആശയത്തിലേക്ക് വേഗത്തിൽ കൊണ്ടുപോവുകയാണ്. വേദപുസ്തകത്തിനകത്ത് ഒത്തിരി പ്രാർത്ഥനകൾ കാണാൻ കഴിയുന്നു. പ്രാർത്ഥനയ്ക്ക് ഒത്തിരി മോഡലുകളെ നമുക്ക് കാണാൻ കഴിയും. ഈവൻ നമ്മുടെ അരുമനാഥൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. ഗെത്സമനയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, യൂദ പോയി, ബാക്കി 8 പേരെന്ത് ചെയ്യുക? ഗെത്സമന തോട്ടത്തിന് പുറത്തു നിൽക്കുകയാണ്. 3 പേരെന്ത് ചെയ്യുക? തോട്ടത്തിന് അകത്ത് നിൽക്കുക. യേശു എന്ത് ചെയ്തു? മാറി ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക. യേശു പ്രാർത്ഥിച്ചിട്ട് പ്രതികൂലത്തെ അല്ലെങ്കിൽ ക്രൂശീകരണത്തെയൊക്കെ മുന്നിൽ കണ്ടിട്ട് യേശു പ്രാർത്ഥിച്ച് ഒരു ഇടവേളയായപ്പോൾ തോട്ടത്തിനകത്തിരിക്കുന്ന 3 പേരെ വന്ന്
തട്ടി നോക്കിയപ്പോ ഇവര് മൂന്നും എന്ത് ചെയ്യുക? നല്ല ഉറക്കുക. ഈ ഉറക്കത്തിന്റെ പ്രത്യേകത നിയോഗത്തിന്ന് നിന്നെ അകറ്റുന്ന ഉറക്കമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? യേശു പത്രോസിനെ തട്ടിയിട്ട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നീ ഉണർന്ന് പ്രാർത്ഥിക്കണം. പത്രോസിനെ അത് ഓർമ്മപ്പെടുത്തിയിട്ടും ഇടയ്ക്ക് പിന്നെയും വന്ന് നോക്കുമ്പോ എന്താ? ഇവൻ ഉറങ്ങുക. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയാം, എവിടെയെങ്കിലും മയക്കം സംഭവിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. എവിടെയെങ്കിലും ഉറക്കം സംഭവിച്ചിട്ടുണ്ടോ? ഇന്നലെ വരെ ഓടിയതാ, പക്ഷെ ആ ഓട്ടത്തിന്റെ സ്പീഡിന് എവിടെയൊക്കെ സ്റ്റോപ്പ് സംഭവിച്ചു. ഞാൻ സ്നേഹത്തോടെ പറയാം, നിന്റെ സ്പീഡിനെ കുറച്ചത്, നിന്റെ സ്പീഡിനെ, നിന്റെ ചലനത്തെ സ്ലോ ആക്കിയതിന് പിന്നിൽ ശത്രുവിന്റെ പദ്ധതിയാണ്. കാരണം അടുത്ത നിയോഗം പട്ടണങ്ങളുടെ മേൽ നിർത്താനുള്ളതാണ്. ആമേൻ. അതാ ദൈവം പറയുന്നത്, മഹത്തരവുമായതും അഹോദരവുമായ വൻകാര്യങ്ങളെ ഞാൻ നിനക്ക് വേണ്ടി അറിയിക്കാം. അതിന് നീ എന്ത് ചെയ്യണം? നീ അപേക്ഷിക്കാതെ നിന്നെ ഉറക്കിക്കിടത്തിയതിന് കാരണം ഏതോ മഹത്വം നിന്നെ കൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി അല്ല, നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ടെന്ന് ശത്രു തിരിച്ചറിഞ്ഞപ്പോ അവൻ നിന്നെ മയക്കിക്കളഞ്ഞു. നിങ്ങൾ ഈ ദൂത് ഗ്രഹിച്ചിട്ട് ആരാധിച്ചാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. വൻകാര്യങ്ങൾ നിന്റെ കണ്ണിന്റെ മുൻപിൽ വെളിപ്പെടുത്താൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുമ്പോൾ, എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് അഹോചരമായ കാര്യങ്ങളെ നിന്റെ ജീവിതത്തിനകത്ത് അറിയിക്കാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് ശത്രു എന്ത് ചെയ്യുക? 3 ഗതസമനയ്ക്കകത്ത് തുറക്കുകയാണ്. വീരോടെ, വാശിയോടെ, ധൈര്യത്തോടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ വിളിയുള്ളത് പലതും ഉറങ്ങുകയാണ്. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയാ, 2026 എന്തോ മഹത്തരമായവ വൻകാര്യങ്ങള് അഹോചരമായത് നിന്നെ അറിയിക്കാം. ദൈവം ആഗ്രഹിക്കുമ്പോ എവിടെയൊക്കെ ഉറക്കിക്കളയാ പഴയ പാമ്പായ സർപ്പം. നിന്നെ വരിഞ്ഞു മുറുക്കുമ്പോ ഈ പകൽ കൃപ പ്രാപിച്ചവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ചാടാകുടഞ്ഞ് എഴുന്നേറ്റിട്ട് പറ, ഇല്ലില്ല ഞാൻ പ്രാർത്ഥിക്കാം. ശ്രദ്ധിച്ചു കേട്ടോണേ പ്രിയരെ. പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞപ്പോ പ്രാർത്ഥിക്കാത്ത 3 പ്രാർത്ഥിക്കാത്ത 3 അതിലൊരുവൻ യേശു ക്രൂശീകരിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോഴേ ഈ പരിപാടിയെല്ലാം വച്ചു നിർത്തിയിട്ട് വള്ളവും വലയും എടുത്ത് വീണ്ടും മീൻ പിടിക്കാൻ പോയിരിക്കുക. ഇന്ന് പകൽ പ്രാർത്ഥന കുറഞ്ഞോ, അവിടെ പിന്മാറ്റത്തിന്റെ വ്യാപാരം കയറുക. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ച് കേൾക്കണേ. അവൻ വള്ളവും വലയൊക്കെ എടുത്തോണ്ട് പോയിരിക്കുക. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആമേ പുനരുദ്ധാനത്തിന്റെ ശരീരവുമായി പത്രോസിനെ തേടി വരുമ്പോൾ പത്രോസ് എന്ത് ചെയ്യുക?
ആമ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും നേടാതെ നിൽക്കുക. ആമേ വചനം പറയുന്നു, യേശു അവനോട് പറയുക, നിന്നെ ഗോതമ്പ് മണി പോലെ പാറ്റാൻ സാത്താൻ എന്ത് ചെയ്തു? അനുവാദം ചോദിച്ചു. നിന്റെ വിശ്വാസം പോയി പോകുമോ എന്ന് കരുതി ഞാൻ അനുവാദം കൊടുത്തില്ല. പക്ഷേ പത്രോസ് തിരിച്ചു വരാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം പറഞ്ഞ പദം, നീ ഓടി ആ മാളിക മുറിക്കകത്ത് കയറിക്കോ. ദി അപ്പർ റൂം എന്നാണ് വചനം പറയുന്നത്. അപ്പർ റൂമിന്റെ പ്രത്യേകത, യഹൂദന്മാർ ഭവനം പണിയുമ്പോൾ അവരാദ്യം പണിയുന്നത് അപ്പർ റൂമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? യഹൂദന്മാർ ഭവനത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കിച്ചനാണ്. ഹലോ, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ബെഡ്റൂമാണ്. ഹലോ, എൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഇങ്ങനെ ഉണ്ടായാൽ, ഹലോ, നമ്മുടെ വീട്ടിനകത്ത് പ്രാർത്ഥനയ്ക്ക് ഒരു റൂമൊന്നും ഇല്ല. പാസ്റ്റർ, സ്ഥലമില്ലെന്നാണ് പറയുന്നത്. വേറെ എല്ലാത്തിനും സ്ഥലമുണ്ട്. യഹൂദന്മാരുടെ പ്രത്യേകത, അവർ മാളിക മുറി ഒന്നാമത് പണിയും. അർത്ഥം, ദൈവത്തെ ആരാധിക്കേണ്ടതിനൊരു ഭവനം. അതുപോലെ പത്രോസിനോട് പറയുക, എന്നെ കാത്ത്, പരിശുദ്ധാത്മാവിനെ കാത്ത് ഒരു കൂട്ടം അഭിനകത്ത് ഇരിപ്പുണ്ട്, നീയും പോയി അഭിനകത്ത് ഇരുന്നോ. പത്രോസ് ആ മാളിക മുറിയിൽ പോയിരുന്നു 120 പേരുടെ കൂടെ. അവനും കൂടെ ചെന്നിരുന്നു. 10 ദിവസങ്ങൾ എന്ത് ചെയ്തെന്ന വചനം പറയുന്നത്? അവർ പ്രാർത്ഥിച്ചെന്ന. ഞാൻ ആത്മാവിൽ പറയാം, ഇന്ന് നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഉറങ്ങാതെ പ്രാർത്ഥിക്കുന്ന സമയം വരും. ഇന്ന് നീ ദൈവസന്നിധി വിശ്വസ്തതയോടെ നിന്നില്ലെങ്കിൽ നീ ഉറക്കം നഷ്ടപ്പെട്ട് ചങ്കു തകർന്ന് കരയുന്ന നിമിഷങ്ങൾ വരും. ഹലോ, ആ മാളിക മുറിക്കകത്ത് അവൻ കയറിയിരുന്നപ്പോൾ അവന്റെ മേൽ എന്തു വെളിപ്പെട്ടു? മഹത്വവും അഹോദരവുമായ കാര്യങ്ങളെ വെളിപ്പെടുത്താൻ കഴിയുന്ന പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു എങ്കിൽ ഈ പകൽ ഞാൻ ആത്മാവിനൊരു ദൂത് കൈമാറാ. ഇന്നത്തെ പകൽക്കാല് നിന്നിൽ മഹത്വം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ ഈ പകൽക്കാല ആവരണം ചെയ്യോ. ഇന്ന് പകൽ റെഡി ആയിട്ടുള്ളവർ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. Yes. Alkamana ribara vaidabaram thura vaidabaram thara vaidabaram tha. Altarigamana dhira dhala. Arthabaram thura vaidabaram thara vaidabaragama ribara vacha. Altabaram thura vaidabaram thara vaidabaram tha. Yes, rikamana vaidabaragade. Altabaram the. അർത്ഥപരം വലിയൊരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ചിലരെ ദൈവം തൊടുകയ. എന്റെ ദൈവം നിന്നെ ചിലത് അറിയിക്കാൻ പോകുകയാണ് കേട്ടോ. ദൈവത്തിന്റെ മഹത്വത്തിന്റെ കൂടാരത്തിനകത്ത് വൻകാര്യങ്ങളെ എന്നോട് ദൈവന്മാർ പറയുന്നു. വൻകാര്യങ്ങളെ, അഗോചരമായ ചില വഴികളെ, യസ് രാമനാഥ അർത്ഥപരന്തേ അക്ഷബാല റീബാരാധ റീബാരാധ റീബിരിക്കി. യെസ്, നിനക്കറിയാത്ത ചില വൻകാര്യങ്ങള് നന്നായി കരമടിച്ച് അല്പസമയം സ്വർഗം ചലിക്കുക. ഓ ബാലാധ. യെസ്, ചില മാവുകളെ ദൈവം തൊടുക. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചില മാവുകളെ ദൈവം
Yes. Oh. എന്റെ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, പിന്നെ ഒതുക്കി കളയുന്ന ചില എവിടെയൊക്കെ ബൗണ്ടറി ഇടുന്ന, എവിടെയൊക്കെ ഒതുക്കി കളയുന്ന, എവിടെയൊക്കെ മന്മയെ തടയുന്ന ചില എതിർ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങൾ എന്റെ ദൈവം ഈ പകൽ പൊളിക്കുക. യെസ്, കത്തട്ടെ. എല്ലാവരും കരമടിച്ചു തന്നെ, നീ പോലും അറിയാതെ ശത്രു കെട്ടിയവന് ആരാധനയുടെ മടിവിൽ കെട്ടുകൾ അടിഞ്ഞു മാറട്ടെ. ക്ഷീരവച്ചവേരധാര ഘടകധാര അർത്ഥമാന ധീരജാല ഘടകധാര വച്ചമാന ധീരജാല അർത്ഥമാന ധൂരജാല ഘടകധാര ധീരജാല അർത്ഥമാന വീരജാല ഘടകധാര ധീരജാല ഘടകധാര അർത്ഥരേജലംശമാന ധീരജാല ഘടകധാര അർത്ഥമാന ധീരജാല ഘടകധാര ധീരജാല. ഓ ഷാരാധേ രേധേ, പുതിയ ഭാഷ. എന്നോട് ദൈവം പറയുന്നു, ആരാധിക്കാൻ കഴിയാതെ കൈകാലുകളെ തളർത്തുന്ന, തലയ്ക്ക് മുകളിൽ ഒരു ഭാരം കൊണ്ടുവയ്ക്കുന്നത് പോലെ നിന്റെ ഭവനത്തിലകത്തുള്ള പ്രാർത്ഥനാ ജീവിതത്തെ കെടുത്തി എവിടെയൊക്കെ ഒതുക്കി, ഇരുട്ടിന്റെ കൂട്ടുകെട്ടുകൾക്കകത്ത് ആരുടെയൊക്കെ വാക്കിനനുസരിച്ച് ഒരു പൊട്ടനെ പോലെ അവര് പറയുന്ന വാക്ക് കേട്ട് ചലിപ്പിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരമേ, ഈ പകൽ ആലയം വിട്ട് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പുറത്താകും. Yes. T. Hiravara Hedaka Shiravana Hachavara Suravacha Veravara. Yes. Rimanatha Ramanatha. Yes. In the name of Jesus. In the name of Jesus. Yes. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കയറിവ. നഷ്ടപ്പെട്ടുപോയ കൃപാവരത്തിലേക്ക് കയറിവ. നഷ്ടപ്പെട്ടുപോയ വെളിപ്പാടിലേക്ക് കയറിവ. ഇന്ന് പകൽ ദൈവം നിന്നെ തിരിച്ചു പിടിക്കുക. വൈഡമാന അർത്ഥമാന ധീരപരച്ചുര വൈഡപരംഥ. തൊടുകയാ. Shabarabaratharabalabarabalaba Shabarabaragalkamanabalagada. Yes. എന്നോട് ദൈവം പറയുന്നു,
നീ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കാൻ പോവുക. നീ പറയുമ്പോൾ പിന്നെ സ്വർഗം എസ് വയ്ക്കാൻ ഇറങ്ങുക. ഏലിയാവേ, നീ പറഞ്ഞാൽ ഞാൻ ആകാശം അടയ്ക്കും. നീ പറഞ്ഞാൽ ഏലിയാവേ, ഞാൻ ആകാശത്തുനിന്ന് തീ ഇറക്കും. ഇന്ന് പകൽ അങ്ങനെ അധികാരത്തെ കൈകാര്യം ചെയ്യുന്ന തലമുറ Yes! In the name of Jesus! Rabala Taraba Shara Terikab Sharabala Bara Altaramanata Shara Taradan Shara Terikab. Oh. Yes, 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 yes. Rabababababa, Sharatharamama, Sharathirikama. Oh, Yeshua. Ramanatha. Sharathara. Ramthirigal. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നീ പറയുന്നത് ദൈവം യെസ് വയ്ക്കാൻ പോവാ. മാളിക മുറിക്കകത്ത്, പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയവൻ തിരിച്ചറിയുന്നത്, തിരിച്ചിറങ്ങുന്നത് മഹത്വമായ അഹോദരമായ വൻകാര്യങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുന്നവനായി ഇറങ്ങിയെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാ, നീ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ നിന്നിൽ നിന്ന് ചില വൻകാര്യങ്ങൾ വെളിപ്പെടും. നിന്നിൽ നിന്ന് അഗോചരമായ ചില കാര്യങ്ങൾ Shabaraba Shabaraba lagada Sharatharagal kamanabalaga. സ്നേഹത്തോടെ ഞാൻ പറയാം, സ്നേഹത്തോടെ ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട് കേട്ടോ. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്, നീ പ്രാർത്ഥിക്കുന്നവനാണോ, നീ അറിയാത്തൊരു പ്രസൻസ് നിന്റെ കൂടെ ഉണ്ടാകും. നീ അറിയാത്തൊരു പ്രസൻസ് നിന്റെ കൂടെ ഉണ്ടാകും. നീ ഏത് വേദിയിൽ കയറിയാലോ ജനം അറിയുന്നൊരു സാന്നിധ്യം ഉണ്ടാകും. എത്ര മരുഭൂമിയുള്ള പോലെയുള്ള ഇടത്ത് നീ വചനവുമായി നിന്നാലോ അവർ സാന്നിധ്യം അനുഭവിക്കും. മാളിക മുറിക്കകത്തുനിന്ന് ഇറങ്ങി വന്ന പത്രോസ് ഒറ്റ പ്രസംഗം 3000 ഹൃദയത്തെ ദൈവം തുറന്നു. പ്രസംഗത്തിന്റെ ചാതുര്യം കൊണ്ടല്ല, പ്രാർത്ഥിക്കുന്നവന്റെ മേൽ കൈമാറുന്ന അഭിഷേകത്താൽ. പ്രാർത്ഥിക്കുന്നവന്റെ മേലെ അഭിഷേകം ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പേ അന്യഭാഷ പ്രാപിച്ചു, എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പറയുന്നുണ്ട്. നീ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, നീ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. ദിനവും ദൈവ സാന്നിധ്യത്തിനകത്ത് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പ്രസൻസിനകത്ത് ചലിക്കുന്നവൻ പറഞ്ഞാൽ സംഭവിക്കും. ദേവാലയത്തിന്റെ പടിവാതിക്കൽ ആമേ മുടന്തനായ മനുഷ്യൻ പത്രോസും യോഹന്നാനും വരുന്നത് കണ്ട് അവരെന്ത് ചെയ്തു? ഉറ്റുനോക്കി. പത്രോസ് നോക്കിയിട്ട് പറഞ്ഞൊരു പദമുണ്ട്, വെള്ളിയും പൊന്നും എനിക്ക്
ഇല്ല. നമ്മളെ ചിന്ത പത്രോസിന്റെ കൈ കിടന്ന മാലയും മോതിരവും എടുത്ത് പത്രോസിന് കൊടുക്കാൻ ഇല്ലെന്നല്ല. പത്രോസ് പറഞ്ഞതിന് കാരണം അന്നത്തെ റോമൻ നാണയം വെള്ളി നാണയവും സ്വർണ്ണ നാണയവുമാണ്. നീ തോക്കുന്ന നന്മ തരാൻ എൻ്റെ കയ്യിൽ വെള്ളി നാണയവും പൊന്നു നാണയവും ഇല്ല, പക്ഷെ എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രേനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക. മാതാപിതാക്കളെ, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക. നിന്റെ മക്കൾക്ക് കൊടുക്കാൻ, നിന്റെ കുടുംബത്തിൽ ആർക്ക് കൊടുക്കാനും നിന്റെ കയ്യിലൊന്നും കാണില്ല. നീ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി, ഉള്ളതെല്ലാം നിനക്ക് കഴിയോളം ദൈവരാജ്യത്തിന് വേണ്ടി നീ കൊടുത്തു. പക്ഷെ നിന്റെ കയ്യിൽ നിന്ന് ശൂന്യമാണെങ്കിലോ, നിന്റെ കയ്യിൽ നിന്ന് ശൂന്യമാണെങ്കിലോ ഈ ലോകത്തിലുള്ള മക്കൾക്ക് കൊടുക്ക, ആർക്ക് കൊടുക്കാനും നിന്റെ കയ്യിൽ നന്മയില്ലെങ്കിലോ, ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയാ, ഈ പുസ്തകത്തെ നീ നിന്റെ തലമുറയ്ക്ക് കൊടുത്ത, ഈ പുസ്തകത്തെ നിന്റെ കുടുംബത്തിന് കൊടുത്ത, ഈ പുസ്തകത്തെ എടുത്തവര് എന്റെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഈ പുസ്തകത്തെ ഉയർത്തിയവര് എന്റെ ദൈവം ആദരിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ ഈ പുസ്തകമാണ്. ഉയർത്തിപ്പിടിക്കാൻ ഏറ്റവും കഴിയുന്ന നന്മ ഈ പുസ്തകത്തെ ഉയർത്തുന്നതാണ്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, ഇതിനെ ഉയർത്തിയവരാരും തകർന്നു പോയിട്ടില്ല. പത്രോസ് പറയുക, വെള്ളിയും പൊന്നൊന്നും എനിക്കില്ല, പക്ഷെ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം. പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മേൽ കൈമാറിയൊരു അധികാരമുണ്ട്, മാളിക മുറിയിൽ എൻ്റെ മേൽ കൈമാറിയൊരു നിയോഗമുണ്ട്. അവൻ പറഞ്ഞിട്ട് പറയുക, യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ആ പത്രോസിൻ്റെ നിഴലിനകത്ത് അഭിഷേകം ഉണ്ടായിരുന്നു. ആ പത്രോസിൻ്റെ നിഴലിനകത്ത് അഭിഷേകം ഉണ്ടായിരുന്നു. പൗലോസ് റൂമാല് ചുരുട്ടി എറിഞ്ഞപ്പോ രോഗി സൗഖ്യമായിട്ടുണ്ട്, ഭൂതം പുറത്തു പോയിട്ടുണ്ട്. എന്തുകൊണ്ട്? പ്രാർത്ഥിക്കുന്നവന്റെ മേൽ സാന്നിധ്യമുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ സാന്നിധ്യം വഹിക്കുക. അതുകൊണ്ട് ഞാൻ പറയൂ, പ്രാർത്ഥിക്കുന്നവനെതിരെ കമന്റ് അടിക്കരുത്, കരയുന്നവനെതിരെ നീ കമന്റ് അടിക്കരുത്, കരയുന്നവനെതിരെ നീ ഗൂഢാലോചന ചെയ്യാൻ പോകരുത്. നിന്റെ ബുദ്ധിക്ക് അതീതമായാണ് അവൻ ചലിക്കുന്നത്. He is in the presence of God. അവൻ ദൈവ സാന്നിധ്യത്തിലാണ് ചലിക്കുന്നത്, അവൻ ദൈവ മഹത്വത്തിലാണ് ചലിക്കുന്നത്. ഞാൻ അതുകൊണ്ട് നിങ്ങളെ എൻകറേജ് ചെയ്യുക. ദൈവം വച്ചിരിക്കുന്നത് മഹത്തരമായതാണ്, ദൈവം വച്ചിരിക്കുന്നത് അഹോചരമായതാണ്, ദൈവം വച്ചിരിക്കുന്നത് വൻ കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ ഒറ്റ വാക്കി പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവാ. പഴയ നിയമത്തിനകത്തൊരു ഭക്തനുണ്ട്, വർഷങ്ങളുടെ പ്രാർത്ഥനയാണ്. അവൻ്റെ പേരാണ് ഓബേദേദോം. അവൻ്റെ പേരാണ് ഓബേദേദോം. അവൻ ഓബേദേദോമിൻ്റെ പ്രാർത്ഥന എന്തെന്നറിയാമോ? ചരിത്ര പുസ്തകങ്ങൾ പറയുന്നത്, അവൻ പറയുന്നൊരു പദമുണ്ട്, അവൻ എൻ്റെ പിതാക്കന്മാർക്ക് 10ാം തലമുറ പോലും ആ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുന്നവൻ എന്തിലാണ്? ദൈവ സാന്നിധ്യത്തിലാണ്. പക്ഷേ ഓബേദേദോമിന്റെ പ്രത്യേകത, അവന്റെ 10ാം തലമുറ പോലും മോവാബിയരെ പോലെ ഒരു ജാതീയ വംശത്തിൽപ്പെട്ടതാണ്, മോവാബിന്റെ സബ് കാസ്റ്റിൽപ്പെട്ടതാണ് ഓബേദേദോം എന്ന് പറയുന്നത്. മോവാബിയർക്ക് എന്ത് ചെയ്തുകൂടാ? 10ാം തലമുറ വരെ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചുകൂടാ. അതിന്റെ പടിവാതിക്കൽ പോലും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വാതിലിന്റെ മുമ്പിൽ പോലും വന്നൂടാ. വാതിലിന്റെ മുമ്പിൽ വന്ന് അവരെ കല്ലെറിഞ്ഞ് ഓട്ടിച്ചു കളയുക എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിലേക്ക് കയറാൻ ഒരു സാധ്യതയില്ല. പക്ഷെ ഒരു ഭക്തൻ, കമന്ററികൾ അങ്ങനെയാണ് പറയുന്നത്, വേദ പഠിതാക്കൾ അങ്ങനെ പറയുന്നു, ചരിത്ര പുസ്തകങ്ങൾ അങ്ങനെ പറയുന്നു, ഓബേദേദോം നീണ്ട
നീണ്ട വർഷങ്ങൾ അവൻ കൂടാരത്തിനകത്തിരുന്ന് കരയുമായിരുന്നു. എന്തുകൊണ്ട്? എൻ്റെ പിതാക്കന്മാർ ചെയ്ത പാപം കൊണ്ട്, എൻ്റെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട ശാപം കൊണ്ട്. കർത്താവേ, ദൈവമേ, ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങുന്ന, അങ്ങയുടെ മഹത്വം ഇറങ്ങുന്ന നിയമപ്പെട്ടകത്തിനകത്ത് വരാനതിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് കഴിയത്തില്ലല്ലോ എന്നൊരു ഭക്തൻ നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ചപ്പോ വചനം പറയുന്നു, ആമേൻ, ദാവീദ് രാജാവായി അവന്റെ ഒന്നാമത്തെ പദ്ധതി കൊട്ടാരം പുതുക്കലല്ല. അവൻ്റെ ഒന്നാമത്തെ പദ്ധതി രാജ്യസൈന്യത്തെ നിയന്ത്രിക്കുകയല്ല. അവൻ ഒന്നാമത് ചെയ്തത്, അവൻ പറഞ്ഞു, നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമിറങ്ങുന്ന പെട്ടകം ഫെലിസ്ത്യരിൽ നിന്ന് പിടിച്ച് കൊണ്ടുവച്ച ഭവനത്തിനകത്തുനിന്ന് തിരിച്ചു കൊണ്ടുവരണം. ശ്രദ്ധിച്ച് കേൾക്കണമേ, ദാവീദ് പെട്ടകം കൊണ്ടുവരാ. വിരുദ്ധന്മാരെ വിളിച്ചു പുതിയ കാളവണ്ടി ഇറക്കി. വചനം പറയുന്നു, പെട്ടകത്തെ കാളവണ്ടിക്കകത്ത് കയറ്റി. കാളവണ്ടിക്കകത്ത് പെട്ടകത്തെ കെട്ടിയപ്പോ കാള വിരണ്ടു. ഉസ പെട്ടകത്തെ കയറി പിടിച്ചു. ഉസ ക്ഷണത്തിൽ മരിച്ചു വീണു. എന്ന് വച്ചാൽ പ്രമാണമില്ലാത്തവൻ പെട്ടകത്തെ തൊട്ടപ്പോ അവൻ വീണു മരിച്ചു. സ്നേഹത്തോടെ ഞാൻ പറയാ, ദൈവം നിനക്ക് തരാത്ത ശുശ്രൂഷ നീ ചെയ്യാൻ നിൽക്കരുത്. ദൈവം തരാത്ത ശുശ്രൂഷ നീ ചെയ്യാൻ നിൽക്കരുത്. നിന്നെ ഇളക്കി വിടാൻ ആൾക്കാർ കാണാ, നിന്നെ ഉയർത്തി വിടാന്ന് പറയാൻ ആൾക്കാർ കാണാ. സ്നേഹത്തോടെ ചോദിക്കണം, ദൈവമേ, നീ തന്ന ശുശ്രൂഷയാണോ ഞാൻ ചെയ്യുന്നത്? ഏറ്റവും വലിയ പരാജയം പൗലോസ് പറയുന്നൊരു പദമുണ്ട്, എന്നെ കർത്താവ് ആക്കി വെച്ച ശുശ്രൂഷ. ഇന്ന് പകൽ വിശ്വസ്തയോടെ ചെയ്യണം. ദൈവം നിന്നെ ആക്കി വെച്ച ശുശ്രൂഷയ്ക്ക് നീ വിശ്വസ്തയോടെ ചെയ്യണം. ട്രാക്ട് കൊടുക്കാനാണോ വിളിച്ചത്? അത് ചെയ്യണം. പ്രസംഗിക്കാനാണോ വിളിച്ചത്? അത് ചെയ്യണം. പാടാനാണോ വിളിച്ചത്? അത് ചെയ്യണം. പോട്ടെ, ആലയം ശുദ്ധീകരിക്കാനാണോ വിളിച്ചത്? മടി കൂടാതെ അത് ചെയ്തോണം. ഈ വചനം പറയുന്നു, ഓബേദെദോം പിന്നത്തെ ആലയത്തിന്റെ കാവൽക്കാരനായെന്ന് എന്ന് പറഞ്ഞാൽ ഓബേദെദോമിനെ ദൈവം വിളിച്ചത് ആലയത്തിന്റെ ഗേറ്റ് വാച്ചറായിട്ടാ. അത് ചെയ്തോണം. ഇന്ന് പകൽ ചങ്കത്ത് കൈവച്ചിട്ട് പറയണം, ദൈവമാക്കി വെച്ച ശുശ്രൂഷ അത് നിറപടിയോടെ ചെയ്തോണം. ആമേൻ. ദൈവം തരാത്ത ശുശ്രൂഷയ്ക്ക് ചാടരുത്. ദൈവം തരാത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓടരുത്. ദൈവം തരാത്ത വേദികൾ ലഭിക്കുക കുറുക്കു വഴികൾ തേടരുത്. ശക്തന്മാർ പരാജയപ്പെട്ടത് അവിടെയാണ്. എടുത്തു പറയാൻ ആയിരക്കണക്കിന് പേരുണ്ട്, അവരെല്ലാം പരാജയപ്പെട്ടത് അവിടെയാണ്. ഇന്ന് പകൽ വലിയ ആളൊന്നും ആയില്ലേലും താണിരിക്ക്, ഒരു സമയം വരും. ഒരു സമയം വരും. ഒരു സമയം വരാല് കിടന്ന് പിടയ്ക്കുന്നത് പോലെ ഒന്നും പിടച്ചിട്ട് കാര്യമില്ല. ഹലോ, ഒന്നുമില്ലാത്ത തകർച്ചയേക്കാൾ ദൈവസന്നിധിയിൽ താണിരുന്നുള്ള ഉയർച്ച വലുതാ. ഞാൻ അവിടെ നിന്ന് പോകട്ടെ. വചനം പറയുന്നു, ഓബേദെദോം കാത്തിരിക്കുകയാണ്. ഉസ ക്ഷണത്തിൽ തകർന്നു വീണെന്ന് കേട്ടപ്പോൾ ദാവീദ് പേടിച്ചു. ഇത്രയും ഈ പവർ ഈ പെട്ടകത്തിനുണ്ടെന്ന് ദാവീദ് ചിന്തിച്ചില്ല. നമുക്കറിയില്ല ദൈവ സാന്നിധ്യത്തിന്റെ പവർ, നമുക്കറിയത്തില്ല ദൈവത്തിന്റെ ശക്തി. നമ്മുടെ ചിന്ത നമ്മുടെ കയ്യിലെ കളിപ്പാട്ടം പോലെയാ. നമ്മൾ ദൈവനാമത്തെയും ദൈവത്തെയും ദൈവസഭയൊക്കെ പറഞ്ഞങ്ങ് തട്ടുക. ഹല്ലേലൂയ. ക്ഷണത്തിൽ തകർന്നെന്ന് ദാവീദ് കേട്ടപ്പോൾ ദാവീദ് ഭയന്നു. ദാവീദിനോട് ദാവീദ് ചോദിച്ചു, ഈ പെട്ടകത്തെ ഞാൻ കൊണ്ടുപോകുന്നില്ല. കാരണം എൻ്റെ കൂടാരത്തിനകത്ത് വന്നാൽ ഞാനും തകർന്നു പോകുമോ എന്ന് ദാവീദ് ചിന്തിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണേ. പക്ഷെ ആ താഴ്വരയുടെ മുൻപിലൊരു കുന്നിന് മുകളിൽ ഓബേദെദോമിന്റെ തകർന്നൊരു കൂടാരമുണ്ടായിരുന്നു. തകർന്ന കൂടാരത്തിനകത്ത് ഭക്തൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, യഹോവേ, എനിക്ക് അങ്ങയുടെ മനോഹരത്വം കാണണം, എനിക്ക് അങ്ങയുടെ മന്ദിരത്തിൽ ധ്യാനിക്കണം, എൻ്റെ ആയുഷ്കാലമൊക്കെ യഹോവയുടെ ആലയത്തിൽ എനിക്ക് പാർക്കണം. ഭക്തന്റെ
ദാവീദിന്റെ പ്രാർത്ഥനയാ സങ്കീർത്തനക്കാരൻ. ആമേൻ. ഓബേദേദോം കരഞ്ഞ കണ്ണുനീരാത് എനിക്ക് അങ്ങയുടെ മനോഹരത്വം കാണണം, എനിക്ക് അങ്ങയുടെ മന്ദിരത്തിൽ ധ്യാനിക്കണം എന്റെ ആയുഷ്കാലമൊക്കെ. ദൈവത്തിന്റെ ആലയത്തിൽ എനിക്ക് പാർക്കണം. ഭക്തൻ കണ്ണുനീരോടെ കരഞ്ഞിരിക്കുമ്പോൾ ദാവീദിനോട് ഒരുവൻ പറഞ്ഞു, ഇവിടെ ഒരു ജാതീയനുണ്ട്, ഇവിടെ ഒരു ജാതീയനുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പെട്ടകം പതിയെ അവൻ്റെ കൂടാരത്തിൽ കയറ്റി വെച്ചിട്ട് നമുക്ക് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകാം. വചനം പറയുന്നു ആമേ തകർച്ച ഭയന്നിട്ട് കൊട്ടാരത്തിൽ വയ്ക്കേണ്ടത് കൊണ്ടുപോകാൻ ഭയന്നിട്ട് ഓബേദേദോമിൻ്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ആത്മാവിൽ എപ്പോഴും പറയുന്നൊരു പദമുണ്ട്, ഓബേദേദോം തേടിപ്പോയതല്ല ഈ മഹത്വം, ഓബേദേദോമിനെ തേടി വന്നതായി മഹത്വം. ഇന്ന് പകൽ നമ്മൾ തേടിപ്പോയതല്ല ഈ കർത്താവിനെ, നമ്മൾ തേടിപ്പോയതല്ല ഈ പുസ്തകത്തെ. ഈ നമ്മളെ തേടി വന്നൊരു ദൈവമഹത്വമുണ്ട്, നമ്മളെ വീണ്ടെടുത്തൊരു ദൈവമഹത്വമുണ്ട്, നമ്മെ തിരഞ്ഞെടുത്തൊരു ദൈവത്തിന്റെ സ്നേഹമുണ്ട്. നാം തേടിപ്പോയവല്ല, നമ്മെ തേടി വന്നവർ കരമടിച്ചു തന്നെ ആ ദൈവ സ്നേഹത്തെ. ഇരുകരങ്ങളും ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ശക്തിയോടൊന്ന് സ്തുതിച്ചാട്ടെ, ശക്തിയോടൊന്ന് സ്തുതിച്ചാട്ടെ. ഈ മഹത്വം നമ്മെ തേടി വന്നതാണ്. ഒരായുസ് മുഴുവനുള്ള ഭക്തന്റെ പ്രാർത്ഥന അവന്റെ കണ്ണിന്റെ മുമ്പിൽ നിൽക്കുക. രമ്യ പറയുന്നു, നീ വിളിച്ചപേക്ഷിക്ക, ഞാൻ ഉത്തരമരുളാം. ഭക്തൻ കൂടാരത്തിനകത്ത് തകർന്ന ഭവനത്തിനകത്തിരുന്ന് കരയുക, അതിൻ്റെ ഉത്തരം കയറി വരിക. ആരോടൊക്കെ ദൈവം പറയുക, ചെറ്റപ്പുഴയ്ക്കകത്തിരുന്ന് നീ കരഞ്ഞാലും മതി കുഞ്ഞേ, നിന്റെ കണ്ണുനീർ കേട്ടിട്ട് ഇന്ന് പകൽ നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത മറുപടി നിന്നെ തേടി വരുന്നൊരു നാളുണ്ട്, നിന്നെ കാത്തു വരുന്നൊരു നാളുണ്ട്, നിന്നെ തേടി വരികയാണ്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, അർഹതയില്ലാത്ത നന്മകൾ പിന്നെ തേടി വരാൻ പോവുക. അർഹതയില്ലാത്ത നന്മകൾ നിന്റെ കരത്തിൽ തരാൻ പോവുകയാണ്. അർഹതയില്ലാത്ത നന്മകൾ നിന്റെ ഭവനത്തിനകത്ത് എൻ്റെ കർത്താവ് കൊണ്ട് നിറയ്ക്കാൻ പോവുക. ആരോടൊന്നറിയില്ല, ദൈവാത്മാവ് എന്നോട് വ്യക്തമായി ദൂത് കൈമാറുന്നു. ചെറ്റപ്പുരയ്ക്കകത്തിരുന്ന് കരയുന്ന ആരൊക്കെ ഈ ദൈവ ശബ്ദം കേൾക്കുന്നുണ്ട്, കർത്തൃദാസനെ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഒന്നും കരുതിയില്ല, ഇന്ന് പകൽക്കാല തകർച്ചയല്ലാതെ എല്ലാവരുടെ മുൻപിൽ ഞാൻ കരയുക, എല്ലാവരുടെ മുൻപിൽ കണ്ണുനീരല്ലാതെ എനിക്കെടുത്തു പറയാൻ ഒന്നുമില്ല. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ചരിത്രത്തെ തിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുമായി ദൈവിക ദൂതന്മാർ എന്നെ കാണിക്കുന്നൊരു വെളിപ്പാട്. 3 ദൂതന്മാർ നിനക്ക് വേണ്ടിയുള്ള ഉത്തരവുമാ ഇന്ന് പകൽക്കാലം ഇറങ്ങി വരുന്നൊരു വെളിപ്പാട് വ്യക്തമായി ദൈവാത്മാവ് എന്നെ കാണിക്കുകയാണ്. ചിലവിൻ്റെ നാവിനെ ഞാൻ കെട്ടും, ചിലവിൻ്റെ മാവിനെ ഞാൻ ബന്ധിക്കും, ശത്രുവിൻ്റെ വാതിലുകളെ അടയ്ക്കുക. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഞാൻ നിനക്ക് സബലവും വിശാലവുമായ വാതിൽ ഈ പകൽ ഞാൻ നിനക്ക് തുറന്നിടാം. ശബാരകൾ കമന ബലഘടക ധരാറുകൾ കമന ബലഘടക അർത്ഥമാന ധാര ധാര വൈഡപരം തുരവച്ചപരം ഘടക. എന്നോട് ദൈവാത്മാവ് കൃത്യമായി പറയുന്നു, അർഹതയില്ലാത്തത് കരഞ്ഞ വിഷയത്തിന്റെ മറുപടി ദൈവം നിന്റെ കൂടാരത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തും. ഒരു ആയുസ് മുഴുവൻ ഒരു ഭക്തൻ കരയുക, എനിക്ക് അങ്ങയുടെ മനോഹരത്വം കാണണം, അങ്ങയുടെ മന്ദിരത്തിൽ എനിക്ക് ധ്യാനിക്കണം, എൻ്റെ ആയുഷ്കാലം മുഴുവൻ അങ്ങയുടെ ആലയത്തിൽ എനിക്ക് പാർക്കണം. പക്ഷെ ഇന്ന് പകൽക്കാലം കേട്ടോ, ആ മഹത്വം, ആ മനോഹരത്വം അവനെ തേടി വരികയാ. അവൻ പറഞ്ഞത് എനിക്ക് ആലയത്തിൽ പാർക്കണമെന്നാ, പക്ഷെ വചനം പറയുന്നു അവന്റെ ഭവനം ആലയമായി മാറി. അവന്റെ ഭവനം ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും ആലയമായി മാറി. ഈ കീബോർഡ് ഉള്ളത് കൊണ്ടല്ല ഇവിടെ ആലയമായത്,
ഈ റിതം ബേഡ് ഉള്ളത് കൊണ്ടല്ല, ഈ മൈ സിസ്റ്റം ഉള്ളത് കൊണ്ടല്ല, സൗണ്ട് പ്രൂഫ് AC ഹോൾ ആയതുകൊണ്ടല്ല. ഇതാലയമായി മാറിയത്, ഇതാലയമായത് അവന്റെ മഹത്വം ഇവിടെ ഉള്ളത് കണ്ടോ. ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയാ, നിങ്ങളുടെ ഭവനങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളായി മാറണം. നിങ്ങൾ കരയ ഒരു തലമുറയിൽ കണ്ടിട്ടില്ലാത്ത മഹത്വം. വചനം പറയുന്നു, ഓബേദെദോമിന്റെ കൂടാരത്തിനകത്ത് അസാന്നിധ്യം വന്നു. എന്തു വന്നു? അസാന്നിധ്യം വന്നു. മനോഹരത്വം കാണണമെന്ന് പറഞ്ഞില്ലേ? ആ മനോഹരത്വം ഇറങ്ങുന്ന പെട്ടകം ഓബേദെദോമിന്റെ കൂടാരത്തിൽ വന്നു. ഞാൻ ഒറ്റ വാക്കി പറയട്ടെ, ആ മഹത്വം അവിടെ വന്നപ്പോ 3 മാസം കൊണ്ട് അവന്റെ സ്ഥിതി മാറി. അവന്റെ സ്ഥിതി മാറി. ഞാൻ ആത്മാവിൽ പറയാ, പ്രാർത്ഥിക്കുക. ദൈവം ഉത്തരവുമായി ഇറങ്ങിയ നിന്റെ സ്ഥിതി മാറും. നിന്റെ സ്ഥിതി മാറും. വർഷങ്ങളൊന്നും പഴക്കം വേണ്ട, മാസങ്ങൾ കൊണ്ട് ചിലവിന്റെ സ്ഥിതിയെ ദൈവം മാറ്റുക. മാസങ്ങൾ കൊണ്ട് ചിലവിന്റെ അഭിരുകളെ ദൈവം പൊളിക്കുക. മാസങ്ങൾ കൊണ്ട് ചിലവിന്റെ തലമുറയെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി മാറ്റുക. മാസങ്ങൾ കൊണ്ട് പകൽ മാസങ്ങളൊന്നും വേണ്ട കേട്ടോ. എന്റെ കർത്താവിന് ഒറ്റ സെക്കൻഡ് മതി. ഇവിടെ ഇരുന്ന് കരഞ്ഞോ, അത്ഭുതം നിന്റെ കൂടാരത്തിൽ വെളിപ്പെടാം. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, നീ കണ്ടിട്ടില്ലാത്ത വഴികൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. വചനം പറയുന്നു, ഓബേദെദോം കരഞ്ഞത് അവന്റെ കൂടാരത്തിൽ വെളിപ്പെട്ടു. ഓബേദെദോമിന്റെ കൂടാരത്തിനകത്ത് പെട്ടകം വെച്ചു. 3 മാസം എത്തിയപ്പോ വചനം പറയുന്നു, കൊട്ടാരത്തിൽ ദാവീദിന്റെ കൊട്ടാരത്തോളം ആ ഭവനത്തിന്റെ മഹത്വം എത്തി. രാജകൊട്ടാരം വരെ എത്തുന്ന, ഇന്നത്തെ ഇന്ത്യൻ പാർലമെന്റ് വരെ എത്തുന്ന, ഡൽഹി വരെ എത്തുന്ന മഹത്വം അന്നവന്റെ വീട്ടിനകത്ത് വെളിപ്പെട്ടെന്ന് ഒറ്റ കാര്യമുള്ളൂ, അവൻ പ്രാർത്ഥിച്ചു. വചനം പറയും, നീ അപേക്ഷിക്ക്, ഞാൻ ഉത്തരമരുളും. മാമേ, മഹത്വവും അഘോചരവുമായ വൻ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിച്ചു തരാം. എടുത്തു വായിക്കേണ്ട പദമാണ്. 2 ശൗമേ എടുക്കേണ്ട 6, 10, 12 പെട്ടകം കൊണ്ടുവയ്ക്കുന്നു. പക്ഷേ ആമേൻ, 1 ദിനവൃത്താന്തം 13-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, ആമേ, ഓബേദെദോമിന്റെ വീട്ടിനകത്ത് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ദൈവം ചെയ്തതെന്ന്. ഒറ്റ വാക്കി പറഞ്ഞ് ഞാൻ പ്രസംഗം നിർത്താൻ പോവുക. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ഉത്തരമാറാക. വചനം പറയുന്നു, അതേ 1 ദിനവൃത്താന്തം 26:4 പറയുകയാണ്, ആമേ, ഓബേദെദോമിന്റെ തലമുറകൾ ശക്തന്മാരായി. ഓബേദെദോമിന്റെ തലമുറകൾ ശക്തന്മാരായി. ചുമ്മാ ശക്തന്മാരായെന്നല്ല, അപ്പൻ ദേവാലയത്തിന്റെ കാവൽക്കാരനായപ്പോൾ ആമേൻ, ഓബേദെദോമിന്റെ മക്കളും മക്കളുടെ മക്കളും ദാവീദിന്റെ സംഗീത ശുശ്രൂഷകന്മാരായി മാറി. അപ്പൻ ദേവാലയത്തിന്റെ കാവൽക്കാരനായി മാറിയപ്പോ എന്ന് പറഞ്ഞാൽ അപ്പന് ദേവാലയത്തിന്റെ മുൻപിൽ വരാനേ പ്രമാണമുള്ളൂ. പക്ഷെ എങ്കിലും അവൻ പ്രാർത്ഥിക്കും, അത് വിശ്വസ്തയോടെ അവൻ ചെയ്യും. അങ്ങനെയുള്ള അപ്പന്റെ മക്കൾ ദേവാലയത്തിന്റെ ശുശ്രൂഷകരായി മാറി, ദേവാലയത്തിന്റെ സംഗീത ശുശ്രൂഷ ചെയ്യുന്നവരായി മാറി. അതും പോരാഞ്ഞിട്ട് കുറച്ചും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഓബേദെദോമിന്റെ തലമുറ ആമേൻ ദേവാലയത്തിന്റെ സംഗീത പ്രമാണിയായി മാറി. 10 തലമുറകൾ ദേവാലയത്തിൽ പ്രവേശിക്കാൻ പ്രമാണമില്ലാത്തവർ ദേവാലയത്തിന്റെ ശുശ്രൂഷകരായി മാറി. എന്തുകൊണ്ട് സംഭവിച്ചു? നീ
നീ അപേക്ഷിക്ക, ഞാൻ ഉത്തരമരുളോ. ആമേൻ. നീ കാണാത്തതും മഹത്തരവുമായ അഹോദരമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് തരുമെന്നല്ല ദൈവം പറഞ്ഞേ, ഞാൻ നിനക്ക് അറിയിച്ച് തരാം. ദൈവം പറയുക, ഞാൻ നിനക്ക് അറിയിച്ച് തരാം. നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക. ആരോടൊക്കെ ദൈവാത്മാവ് പറയുക, നീ ഒന്ന് കരഞ്ഞു നോക്ക, നീ ഒന്ന് ഉപവസിച്ചു നോക്ക, നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക. ആരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കാതെ ഇന്ന് പകൽക്കാല പിന്മാറ്റത്തിൽ നിന്നൊന്നും മടങ്ങി വന്ന് നോക്ക്. ഞാൻ നിനക്ക് അറിയിച്ചു തരാ. എന്തറിയിച്ചു തരാ? യഹോവ നല്ലവനെന്ന് അറിയിച്ചു തരാ. കഷ്ടദിവസത്തിൽ അവൻ ശരണമെന്ന് അറിയിച്ചു തരാ. തങ്ങൾ ആശ്രയിക്കുന്നവര് അവൻ അറിയുന്ന ദൈവമാണെന്ന്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. കരങ്ങളെ അടിച്ചാരാധിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ ദൈവത്തെ നന്നായി ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞിരിക്കട്ടെ, ദൈവസന്നിധിയിൽ അടഞ്ഞിരിക്കട്ടെ, ദൈവസന്നിധിയിൽ അടഞ്ഞിരിക്കട്ടെ. ആത്മാർത്ഥമായി ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ, ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ശബാല ശബാരബ ശബാല. പ്രിയരെ, ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവം പറയുക, ഞാൻ നിന്നെ അറിയിക്കും, ഞാൻ നിന്നെ അറിയിക്കും. അർത്ഥം, നീ അറിയുക മാത്രമല്ല, ഞാൻ അനേകരെ അറിയിക്കും. നിന്റെ ഭവനത്തിൽ മഹത്വം വെളിപ്പെട്ടെന്ന്, നിന്റെ തലമുറയെ ഞാൻ ഉയർത്തിയെന്ന്, നീ ചിന്തിച്ചതിനെല്ലാം ഉത്തരവുമായി ഞാൻ ഇറങ്ങിയെന്ന്. ആമേ. നീ അറിഞ്ഞ പോരാ കുഞ്ഞ്, എനിക്ക് ചിലരെ അറിയിക്കാനുണ്ട്. എന്നോട് ദൈവം പറയുന്നു, 2026 ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്ന് ദൈവം ചിലരെ അറിയിക്കാൻ പോകുക. എല്ലാ കണ്ണും ദൈവസ്ഥലട കേട്ടോ. ഒരു നിമിഷം എഴുന്നേറ്റേ, ഒരു നിമിഷം എഴുന്നേറ്റേ, ഒരു നിമിഷം എഴുന്നേറ്റേ. എല്ലാ കണ്ണുകളും ദൈവസ്ഥലടയട്ടെ. ശബാറാമാന. എല്ലാ കണ്ണുകളും ദൈവസ്ഥലടയട്ടെ. ശബാറാമാനാഥാരകൽക്ക. എല്ലാ കണ്ണുകളും ദൈവസ്ഥലടയട്ടെ. ശാന്തമായി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ നിന്നെ അപേക്ഷിക്കാൻ പോവാ. ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിച്ച്. ഈ ഹോളിനകത്തായിരിക്കുന്നവർ, ലൈവിലൂടെ എന്നെ ശ്രമിക്കുന്നവർ, ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച്. നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കുക. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കുക. ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ച്. ഓ, ദൈവത്തോടൊന്ന് ചോദിക്കാമോ, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള വരം നൽകണം. ഈ പ്രസംഗം കേട്ട് ഈ ഗേറ്റ് കഴിഞ്ഞ് നീ പോകുമ്പോൾ തീരുന്നതാകരുത്. ഒന്നുമില്ലേലും ദിനവും ദൈവസാന്നിധ്യത്തിൽ തുടങ്ങി ദിനവും ദൈവസാന്നിധ്യത്തിൽ അവസാനിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ച്, ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ച്. ചോദിക്ക് അങ്ങനെ ഒരു വരം. കരയാൻ കഴിയുമെങ്കിൽ കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിച്ച്. പ്രാർത്ഥനയാലെപ്പോഴും ജാഗരിച്ചു ജാഗരിച്ചു പോരാടുവാൻ മധ്യയിൽ
ശക്തിയരുൾഗനാഥനെ ഭക്തിയിൽ പൂർണ്ണനാകുവാൻ ഉറപ്പിക്കുന്നേ നാഥാ. നിറയ്ക്കായ എന്നെ ശുദ്ധാത്മാ ക്രിസ്തുവിനെ നാഥാ. നിറയ്ക്കായ എന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ശോഭിപ്പാൻ. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിതനോടൊന്ന് ചോദിച്ചേ. സഹായം നൽകുക എന്നെ മഹാപുരോഹിതൻ. ഒരിക്കൽ കൂടെ പ്രാർത്ഥനയാ